ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് മഷ്റൂം വെച്ചൊരു മസാല കറി ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്യണം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 3 സവാള ചെറുതായി മുറിച്ചത്, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇപ്പോൾ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കണം. തീ ഒന്ന് ലോ ആക്കിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇതിലേക്ക് 2 തക്കാളി നല്ല ഫൈനായിട്ട് അരച്ചു ചേർക്കുക. തക്കാളി നല്ലപോലെ വെന്ത് വരണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും ഉപ്പുമിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ച ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത കൂണ് നമുക്ക് ചേർക്കാവുന്നതാണ്. 1 ബോക്സ് കൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വറുത്തു പൊടിച്ച ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇതിലേക്ക് 2 ക്യൂബ് വെണ്ണയും കുറച്ച് മല്ലിത്തഴിയും ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കണം. എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാമല്ലോ. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി. ചെറുതായി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ നോക്കൂ, നല്ല തിക്കായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതിനെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാം. ഇച്ചിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നമുക്ക് കഴിച്ചു തുടങ്ങാം. പുട്ടിനോടൊപ്പമാണ് ഞാൻ ഇന്നിവിടെ സെർവ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്